വെള്ളം അത് ഘനം കൂടുന്തോറും താഴോട്ട് വീഴും. അതിനെ നീരാവിയാക്കും തോറും അതിൻ്റെ സൂക്ഷ്മത കൂടുന്തോറും അത് മുകളിലേക്ക് പോകും. അതിൻ്റെ സ്ഥൂലത കൂടുന്തോറും താഴോട്ട് വരും. സ്ഥൂലമായ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ താഴ്ത്താം, സൂക്ഷ്മമായതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ ഉയർത്താം. ഇത് രണ്ടിനും സാധിക്കുന്നൊരു സാധനമാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകൾ ഇവിടെ അറിഞ്ഞിരിക്കണമെന്ന്. ഇപ്രകാരം ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് യത്തൽ അദ്രേശ്യം അഗ്രാഹ്യം അങ്കോരൂപവർജിതം അചക്ഷുശ്രോത്രമത്യർത്ഥം അത് അപാണി പരാതത, അരൂപമായിരിക്കുന്ന, അദൃശ്യമായിരിക്കുന്ന, അവ്യക്തമായിരിക്കുന്ന, രൂപവർജിതമായിരിക്കുന്ന ആ പരമതത്വത്തെയാണ് ഇവിടെ പരാവിദ്യ കൊണ്ട് സൂചിപ്പിക്കുന്നതെങ്കിൽ, അപരാവിദ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത് ബാക്കിയെല്ലാം അപരാവിദ്യയാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സഹായിക്കാത്തതെല്ലാം അപരാവിദ്യയാണ്. അതുകൊണ്ട് ഇത് രണ്ടും പറഞ്ഞു കൊടുത്തിട്ട് തത്വകാലസ്യ ദീർഘത്വാൽ സ്ത്രീത്വാൻ മാതുസ്ഥിരോദതേ ഋഷീണാമനുഗൃഹീതം മാം നാഥുനാപ്യജഹാൽ സ്മൃതി. എൻ്റെ അമ്മ കഷ്ടം, പാവം, എന്ത് പറയാനാണ്? ഇതെല്ലാം കേട്ടു എങ്കിലും പാവം, അങ്ങനെ ഒരു സംസ്കാരം കുട്ടിക്കാലത്തും അമ്മയ്ക്കും ഉണ്ടാവില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? മാതുസ്ഥിരോദതേ, അമ്മയ്ക്ക് ഓർത്തു വയ്ക്കാൻ പറ്റിയില്ല. എന്നാൽ ഋഷീണാം അനുഗ്രഹം, ആ ഭഗവാൻ നാരദ മഹർഷി അനുഗ്രഹം എന്നിൽ നല്ലവണ്ണം നിറഞ്ഞിരുന്നതുകൊണ്ട് അധുനാഭി അജഹാൽ സ്മൃതി, ഇപ്പോഴും ഞാൻ എൻ്റെ ആ സ്മൃതികളൊന്നും വിട്ടുപോവാതെ അത് ഓർമ്മിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന്. അപ്പം നേരത്തെ നാരദ മഹർഷിയിൽ നിന്ന് കേട്ട ജ്ഞാനം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നല്ലവണ്ണം പുറത്തേക്ക് വരുന്നുണ്ട്, അത് തുറന്നു വരുന്നുണ്ട്. എന്നാൽ എൻ്റെ അമ്മ അവിടെ ഉറപ്പിക്കാത്തത് കൊണ്ടോ അവർക്കതൊന്നും വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? വളരെ ശ്രദ്ധിക്കുകയെ. നമ്മൾ നിരന്തരം അഭ്യസിച്ച് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉറച്ചാലേ വേണ്ട സമയത്ത് നമുക്കതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ചിലർക്ക് എന്തുകൊണ്ട് വളരെ ബാലൻസ്ഡ് മൈൻഡോടുകൂടി കാര്യം ചെയ്യാൻ പറ്റണോ, ഞാൻ എന്തുകൊണ്ട് ഡിസ്റ്റർബ്ഡ് ആവണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവാൻ കാരണം നിങ്ങൾക്ക് മനസ്സിനെ ബാലൻസ് ചെയ്യാനുള്ള അറിവ് ഉള്ളിൽ നിന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? നേരത്തെ വേണ്ട വിധത്തിൽ അത് അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല. പുട്ടിൻ്റെ കുറ്റിയിൽ നിറച്ചാലല്ലേ കുത്തിയ പുറത്തു വരുള്ളൂ. താനെങ്ങനെ കുത്തിയ പുറത്തു വരുമോ? ഇല്ല. അപ്പം നിറയ്ക്കണം നമ്മൾ. ഈ നിറയ്ക്കലാണ് അഭ്യാസം എന്ന് പറയുന്നത്. അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അതുകൊണ്ട് ആത്മീയത എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, 365 days 24 hours സ്പിരിച്വാലിറ്റിയാണ്. അന്ധവിശ്വാസങ്ങൾ നിന്നൊക്കെ ഉയരണം. അതായത് രാത്രി നാമം ചൊല്ലാൻ പാടോ, പകല് നാമം ചൊല്ലാൻ പാടോ, ഇതൊക്കെ പ്രചരിപ്പിക്കാൻ കൂടുതൽ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. സന്ധ്യയ്ക്ക് നാമം ചൊല്ലിയ രാമൻ കോപിക്കും, കാരണം ഹനുമാൻ സ്വാമി ഉണർന്നിരിക്കുന്ന സമയമാണ്. ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അതല്ല. 365 ദിവസവും 24 മണിക്കൂറും ഈശ്വരനെ സ്മരിക്കാൻ സ്വാതന്ത്ര്യം തന്ന സംസ്കാരമാണ്. തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. ഭഗവാൻ പറഞ്ഞു രാവിലെ എണീറ്റിട്ട് മാത്രമേ സ്മരിക്കാവൂന്ന്. തസ്മാൽ, അതുകൊണ്ട് സർവേഷു കാലേഷു. സർവേഷു കാലേഷു എന്ന് പറഞ്ഞാൽ ഇതേത് ഷൂ ആണ്? എല്ലാ കാലത്തിലും എപ്പോഴും എന്നെ നിങ്ങൾ സ്മരിക്കണം എന്നാണ് ഭാഗവതം ഗീതയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട്, ഇത്രയും ദിവസം നിങ്ങൾ ഭാഗവതം കേട്ടുമല്ലോ, ഇതൊക്കെ നല്ലവണ്ണം ഉറപ്പിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചോദിക്കരുത്, അപ്പോൾ സ്വാമി രാവിലെ വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ വൈകുന്നേരമോ, ഇതൊന്നും ചോദിച്ചു പോകരുത്. ഏത് നാമം ജപിക്കുന്നു എന്നുള്ളതല്ല മുഖ്യം, നമ്മുടെ ശ്രദ്ധ നമ്മൾ എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഏത് ജപിക്കുമ്പോഴും ആരാണ് നിങ്ങളുടെ മനസ്സിന് ശക്തി തരുന്നത്? അത് നമ്മൾ മറന്നു പോകരുത്. എൻ്റെ മനസ്സിന് ശക്തി തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് നാമങ്ങളൊക്കെ എത്തിക്കേണ്ടത് നാമിയിലേക്കാണ്. നാമം മനസ്സിൽ വരുന്നതാണെങ്കിൽ നാമി മനസ്സിനും അധീതനാണ്. ഇപ്പോൾ ഒരു വസ്തുവിന് നാമം ഉണ്ടാവണമെങ്കിൽ ആ വസ്തു അവിടെ ഉണ്ടാവണം, ഇല്ലേ? അപ്പം നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പം ആരുണ്ടാവണം? കൃഷ്ണൻ ഉണ്ടാവണം. ഇല്ലാത്തൊരു സാധനത്തിന് നമ്മൾ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആത്മാവെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ ഓരോരുത്തരിലും ആത്മാവുള്ളത് കൊണ്ടാണ്. അപ്പം ആ പേരിൽ നിന്ന് നമ്മൾ ആ വസ്തുവിലേക്ക് എത്തണം. ഇപ്പം ലഡു എന്ന് പറഞ്ഞതുകൊണ്ട്, ഇതൊക്കെ രാമകൃഷ്ണ പരമഹംസർ വളരെ മനോഹരമായി പറയും. ലഡു എന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടുമോ? അപ്പം പേരിൽ നിന്നും നമ്മൾ വസ്തുവിലേക്ക് ചേരണം. വസ്തുവിലേക്ക് ചേരുമ്പോഴാണ് ആ വസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്.
അപ്പം അനുഭവം വരണമെങ്കിൽ, വസ്തുവിലേക്ക് ചേരണമെങ്കിൽ നാമത്തിൽ നിന്ന് നമ്മൾ അതീതരാവണം, നാമിയിലേക്ക് എത്തണം. അപ്പം ആത്മാവ്, അതുപോലെ ഭഗവാൻ, വാസുദേവൻ, കൃഷ്ണൻ, രാമൻ എന്നൊക്കെ പറയുമ്പം പേരിനെ വിട്ട്, ഈ പേരുകളൊക്കെ ആരാണ് വഹിച്ചിരിക്കുന്നത്, ആരാ ധരിച്ചിരിക്കുന്നത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണെങ്കിൽ നാമം വിട്ട് നാമിയിലേക്ക് ചേരാത്തിടത്തോളം കാലം ഈ സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുമെന്ന് പറയാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലിയാലും, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലും, ശിവസഹസ്രനാമം ചൊല്ലിയാലും, അയ്യപ്പ സഹസ്രനാമം ചൊല്ലിയാലും, മുത്തപ്പൻ്റെ സഹസ്രനാമം ചൊല്ലിയാലും, ഇനി നിങ്ങളുടെ സഹസ്രനാമം ചൊല്ലിയാലും എത്തേണ്ടത് ആരിലാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലാണ്. അത് മറക്കരുത്. അതാണ് ലക്ഷ്യം. മറന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലാവുണ്ടോ? ഒരു സ്ഥലത്ത് ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഉത്സവം കാണാൻ വേണ്ടി ഈ ഗ്രാമത്തിൻ്റെ അപ്പുറത്തുള്ള ഗ്രാമം, അതിനിടയ്ക്കൊരു പുഴ. ഇതാണ് ആ നാട്ടിൻ്റെ അവസ്ഥ. അപ്പോൾ പുഴയ്ക്ക് ഇക്കരെയാണ് ഉത്സവം. അക്കരെയുള്ള 2-3 ചെറുപ്പക്കാർക്ക് ഉത്സവം കാണണമെന്നൊരു മോഹം. അവർ പുഴയുടെ തീരത്ത് വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു തോണി അവർ കണ്ടു. അവർ ആ തോണി അങ്ങോട്ട് എടുത്തു. അവരുടെ ഒന്നുമല്ല, അങ്ങോട്ടെടുത്തു. എന്നിട്ട് തുഴഞ്ഞ് അക്കരയ്ക്ക് പോയി. അവിടെ ചെന്ന് ഉത്സവമൊക്കെ കണ്ടു. കൊട്ടും വാദ്യവും ആന എഴുന്നള്ളത്തും ബാലയൊക്കെ കണ്ട്. അപ്പോഴാണ് അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് വേറൊരു കാര്യം, നിങ്ങളുടെ മനസ്സിനെ ഉണർത്താനുള്ളൊരു സാധനം. അതായത് ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പൊതുവെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവർക്ക് തോന്നി മനസ്സിനെ ഒന്ന് ഉണർത്താമെന്ന്. അവരവിടെ ചെന്നു, ആനന്ദലഹരിയിൽ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു വന്നു, സമാധിയിൽ നിന്ന് ഉണർന്നു. അവിടുന്ന് പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് പോകണം. അവർ പുറപ്പെട്ടു. അക്കരെ എന്ന് ഇക്കരയ്ക്ക് വരുമ്പം തോണി ആരും എടുത്തു കൊണ്ടുപോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അവരെല്ലാവരും തോണിയിൽ കയറിയിരുന്ന് ആനന്ദലഹരിയിൽ അവർ തുഴയാൻ തുടങ്ങി. തുഴഞ്ഞ് വെള്ളത്തിൽ നിന്ന് മാറി അവരുടെ ആ ഇതുണ്ടല്ലോ, തോണിയുണ്ടല്ലോ, അവർ തോന്നുന്നത് പോകുന്നില്ലേ. അപ്പോൾ ചിലർ ഇപ്പം എത്തിക്കൊണ്ടിരിക്കേണ്ടതെന്ന്. അങ്ങനെ 3 മണിക്ക് തുടങ്ങിയ തുഴയിൽ 6 മണിയായപ്പോഴാണ് മനസ്സിലായത് കെട്ടഴിച്ചിട്ടില്ല എന്ന്. കയറിൻ്റെ കെട്ടഴിക്കാതെ ഇരുന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുക, ആനന്ദത്തിലാണ് ഒഴിയുന്നത്. ഇതുപോലെയാണ് പലരുടെയും നാമം ചൊല്ലൽ എന്ന് പറയുകയാണ്. അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. കെട്ടഴിക്കാതെ എന്ത് ചൊല്ലിയിട്ടും കാര്യമൊന്നുമില്ല, സമയം കളയാന്ന് മാത്രം. നാരായണ 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 തൊഴിലിനിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ എന്ത് ചെയ്യണം? നാമത്തിൽ നിന്നും നാമിയിലേക്ക് ഉയർത്തണം. കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്രകാരം മനസ്സിലാക്കൂ നിങ്ങൾ. എന്നിട്ട് പറഞ്ഞു കൊടുക്കണു ആ നാരദ മഹർഷി, ഭവതാമപി ഭൂയാന്മേ യതി ശ്രദ്ധതദേവജാം വൈശാരദി ധീ ശ്രദ്ധാദ സ്ത്രീപാലാനാം ചമേ യഥാം. അതുകൊണ്ട് ഭവതാമപി ഭൂയാന്മേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ. വിശ്വസിക്കൂ എന്നല്ല പറയണത്, വളരെ ശ്രദ്ധയോട്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കണം. നമ്മുടെ ഹിന്ദു സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വസിക്കാനല്ല, ശ്രദ്ധിക്കാനാണ്. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചതിനെ നമുക്കും അനുഭവിക്കാൻ സാധിക്കുമെന്ന് ബോധിപ്പിച്ചു തരുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ പൂർവികന്മാർക്ക് പറഞ്ഞു തരാനുള്ളത്. ഭാരതീയ ആത്മീയ സംസ്കാരം എന്ന് പറയുന്നത് ഈ നിമിഷം ഇവിടെ ഇപ്പോൾ ഈ ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ അനുഭവിക്കാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരീരം വിട്ടിട്ട് എവിടെയോ പോയിട്ട് എന്തോ അനുഭവിക്കലല്ല, സ്വർഗത്തിൽ പോയിട്ട് ദൈവത്തിനെ കാണുന്ന സംസ്കാരമല്ല നമ്മുടേത്. ഇവിടുന്ന് ശരീരം വിട്ടുപോയിട്ട് ഏതോ വൈകുണ്ഠത്തിൽ പോകുന്നതല്ല നമ്മുടെ സംസ്കാരം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അനുഭവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അങ്ങനെയുള്ള ആ ഒരു ഭഗവാനെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വാക്കിനെ പറയുന്നത് ശ്രദ്ധിക്കൂ എന്നാണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഞാൻ പറഞ്ഞ ഉദാഹരണം, അമ്മ ബാത്റൂമിൽ വഴുക്കലുണ്ടെന്ന് കുട്ടിയോട് പറയുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് നടക്കുമെന്ന് പറയുമ്പോൾ കുട്ടി ബാത്റൂമിൽ ചൊല്ലുമ്പം അവർ മനസ്സിലാവുന്നു അമ്മ പറയുന്നത് ശരിയാണെന്ന്. അതുപോലെ നമ്മൾ ഈ ഋഷീശ്വരന്മാരെ പറഞ്ഞത് ശ്രദ്ധയോടുകൂടി കേട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഈശാവാസ്യം ഇതം സർവം, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ. ഞാനിരിക്കുന്നത് ഭഗവാനിലാണ്
എനിക്കൊരിക്കലും ഭഗവാനിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. ഇത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി വൈശാരഥി ശ്രദ്ധാത സ്ത്രീബാലാനാം ചമേയഥ. അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടി കേൾക്കുന്ന വിധത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി വൈശാരഥിയായി തീരും, നല്ല പ്രസന്നമായി തീരും, ധീരമായി തീരും. ഇത് കേട്ട് കഴിഞ്ഞാൽ ജന്മാദ്യാഷടിമേ ഭാവാ ദൃഷ്ട്യാ ദേഹസ്യനാത്മന ഫലാനാമി ഭവിഷ്യസ്യ കാലേനൈശ്വരമൂർത്തിനാം. ജന്മാദ്യ ഷടിമേ ഭാവ. ഈ ശരീരത്തിന് 6 ഭാവങ്ങളുണ്ടത്രേ. ഏതൊക്കെയാണത്രേ? ജനിക്കുക, ജീവിക്കുക, വളരുക, വലുതാവുക, വാർദ്ധക്യം വരിക, മരിക്കുക. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ, ഇങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ. അപ്പൊ ശരീരത്തിനുള്ള 6 ഭാവങ്ങൾ ദേഹസ്യ ആർക്കേ ഉള്ളൂ? ആത്മന ആർക്കില്ല? ആത്മാവിനില്ല. എന്ന് വെച്ചാൽ എന്താർത്ഥം? സൂക്ഷ്മമായതിനെ സ്ഥൂലമായതിൻ്റെ മാറ്റങ്ങളൊന്നും ബാധിക്കുകയില്ല. ഈ ബൾബിൻ്റെയും വയറിൻ്റെയും പഴക്കം അതിലും സൂക്ഷ്മമായിരിക്കുന്ന ഇലക്ട്രിക് പവറിനെ ബാധിക്കുകയില്ല. നിങ്ങളുടെ കാറിൻ്റെ പഴക്കം ഒരിക്കലും അതിലൊഴിക്കുന്ന പെട്രോളിനെയോ ഗ്യാസിനെയോ ബാധിക്കുകയില്ല. ഉണ്ടോ? പെട്രോളിൻ്റെ പഴക്കം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ വയസ്സ് നിർണ്ണയിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളുടെ കാറിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു മാനുഫാക്ചറിങ് ഡേറ്റും അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റും നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാം. കാലത്തിന് അതിൻ്റെ പഴക്കം നിങ്ങൾക്ക് പറയാം. പക്ഷെ അതിലുള്ള പെട്രോളിൻ്റെ പഴക്കം ഒരിക്കലും പറയാൻ സാധ്യമല്ല. ഇതുപോലെ കറണ്ടിൻ്റെ പഴക്കം നമുക്ക് പറയാൻ പറ്റുമോ? ബൾബിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും എഴുതാം. പക്ഷെ കറണ്ടിന് പ്രായം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മുകളിലൊരു മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും പ്രിൻ്റ് ചെയ്യാം. ഏതിനില്ല? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് ഒരിക്കലും ജനനവുമില്ല, മരണവുമില്ല. അതുകൊണ്ട് പഴക്കവുമില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പ്രായം പറയാനൊക്കെ ഒരു മടി. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രായമില്ല. പ്രായമുള്ളതൊക്കെ ശരീരത്തിനാണ്. ശരീരബോധമുള്ളപ്പോൾ നമുക്ക് പ്രായമുണ്ട്, ശരീരബോധമില്ലാത്തപ്പോൾ പ്രായമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് ഏറ്റവും വലിയൊരു വിഷമമുള്ള ഒരു കാര്യമാണ് എന്ത്? പ്രായം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വയസ്സായി? 4 വയസ്സൊക്കെ എങ്ങനെയെന്ന് പറയാൻ ഇതൊരു നമുക്കൊരു വിഷമം. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയണോ നമ്മളെപ്പോഴൊന്നും പ്രായമാവണില്ല എന്ന്. പിന്നെ ചിലർ വിളിക്കുകയാണ്, എന്താ അമ്മാവ വിശേഷം എന്ന്. അപ്പം അമ്മാവനൊന്നും ആയിട്ടില്ല എന്ന്, ഇപ്പോഴും ഞാൻ കുട്ടിയാണ്. അല്ല എന്നാലും വയസ്സെത്രേ? ഇല്ല, 70 ആയിട്ടുള്ളൂ എന്ന്. 70 ഒരു വയസ്സേ അല്ല. അപ്പോൾ നോക്കത് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ്, ചെറുപ്പമാണെന്നുള്ളൊരു തോന്നൽ. അപ്രകാരം ഉണ്ണികളെ, ആത്മാ നിത്യോ അവ്യയ ശുദ്ധ ഏകോ ക്ഷേത്രജ്ഞാശ്രയ അവിക്രിയ ശ്രുതൽധേതുർ വ്യാപോ സംഗനാവൃത. ആത്മാ നിത്യ, ഇവിടെ നിത്യമായിരിക്കുന്നത് ആത്മാവാണ്. എന്ന് വെച്ചാൽ എന്താർത്ഥം? ഈ ശരീരം അനിത്യവും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം നിത്യവുമാണ്. നിത്യസുഖം അനുഭവിക്കണമെങ്കിൽ അനിത്യമായതിൽ നിന്നും ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവരണം? നിത്യമായതിലേക്ക്. ഇതാണ് ഭാരതീയ സംസ്കാരത്തിന് അന്തസത്ത. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. ഗീതയിലും ഇത് തന്നെ ഉറപ്പിക്കുകയാണ്. യം ഹി നഭ്യതയന്തേ തേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഒരാൾക്ക് ജീവിതത്തിൽ വ്യഥകളിൽ നിന്ന് മുക്തമാവണമെങ്കിൽ അവൻ്റെ മനസ്സിനെ സമദുഃഖസുഖം, സുഖത്തെയും ദുഃഖത്തെയും സമമാക്കിക്കൊണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിക്കണമെങ്കിൽ അതിനെന്ത് വേണം? മനസ്സിനെ നമ്മൾ പരിശീലിച്ചെടുക്കണം. അങ്ങനെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അമൃതത്വായ കൽപ്പതേ, അവന് ഇവിടെ തന്നെ അമൃതത്വം അനുഭവിക്കാൻ സാധിക്കും. അപ്രകാരം ഉണ്ണികളെ, സ്വർണം യഥാ ഗ്രാവസുഹേമകാരം ക്ഷേത്രേഷു യോഗൈ തദഭിജ്ഞ ആപ്നുയൽ ക്ഷേത്രേഷു ദേഹേഷു തദാത്മയോഗൈ അധ്യാത്മവിൽ ബ്രഹ്മഗതിം ലഭേതാം. ഉദാഹരണം പറയുന്നത്, സ്വർണം യഥാ ഗ്രാവസു ഹേമകാര ക്ഷേത്രേഷു യോഗൈ തത് അഭിജ്ഞ ആപ്നുയാൽ. ക്ഷേത്രേഷു, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം സ്വർണത്തിന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സ്വർണം എടുക്കുന്നത് വലിയ വലിയ മൈലുകളിൽ നിന്നാണ്. അതിൽ നിന്ന് സ്വർണം എടുക്കുന്ന സമയത്ത് ഗ്രാവസു ഹേമകാര, സ്വർണം പല പല കല്ലുകളോടും പല പല വസ്തുക്കളോടും ചേർന്ന് നിൽക്കും. ഒരു പൊടിയാണല്ലോ എല്ലാം കൂടി വരുന്നത്. എന്നാൽ ആര് അതിനെ മാറ്റിയെടുക്കണോ? തത് അഭിജ്ഞ ആപ്നുയാൽ. ഒരു വിവേകിയായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്വർണത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഒരാൾ ആ പൊടികളിൽ നിന്നും സ്വർണത്തെ മാറ്റിയെടുക്കുന്നത് പോലെ. എന്ത് ഗംഭീര ഉദാഹരണമാണ് നോക്കൂ. അപ്പൊ അന്നും മൈനുകളുണ്ട്, അന്നും സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട്, അന്നും സ്വർണത്തെ വേർതിരിക്കുന്ന സംസ്കാരമുണ്ട്.
അപ്പം നമ്മുടെയൊക്കെ സംസ്കാരം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ എത്രയോ വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കൾച്ചറിലാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഈ ഹിസ്റ്ററിയൻസ് പറയണതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികൾ വളരെ രസകരമായിട്ട് പറയും, വി ഡോണ്ട് ഹാവ് ഹിസ്റ്ററി. ഭാരതീയർക്ക് ഹിസ്റ്ററി ഇല്ല. പക്ഷെ ഭാരതീയർക്ക് എന്താ ഉള്ളത്? ഹിസ്റ്റോറി എന്ന് പറയും. അദ്ദേഹം അങ്ങനെയാ പറയുക. ഹിസ്റ്ററി അല്ല ഉള്ളത്, ഹിസ്റ്റോറിയാണ്. ഭഗവാന്റെ സ്റ്റോറിയാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മഹിമയാണ് ഇവിടെ പറയാനുള്ളത്. ഇതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്രകാരം ഒരു സ്വർണം മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരാൾ അതിൻ്റെ സംയോജനത്തിൽ നിന്നും സ്വർണത്തെ മാറ്റിയെടുക്കുന്നത് പോലെ ഇനി അതിനെ എങ്ങോട്ട് നമ്മളിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ക്ഷേത്രേഷു ദേഹേഷു. ഇവിടെ ക്ഷേത്രം ഏതാണ്? ഇവിടെ ക്ഷേത്രം മാറി. ഏതാണ്? ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നിന്നും ആത്മയോഗൈ, ആത്മാവാകുന്ന ചൈതന്യം ചേർന്നിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും ആത്മവിദ്, ഇതിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ വേർതിരിച്ചാൽ, മനസ്സിനെ വേർതിരിച്ചാൽ ബ്രഹ്മഗതിം ലഭേത, അയാൾക്ക് എന്ത് കിട്ടും? ബ്രഹ്മഗതി കിട്ടും. അപ്പം ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ സ്വർണം എന്ന് പറയുന്ന മൈനിൽ നിന്ന് കുഴിച്ചെടുത്തിരിക്കുന്ന സകലകുലാദി സാധനങ്ങളിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ശരീരബോധത്തിൽ നിന്നും മനസ്സിനെ അടർത്തിയെടുത്ത് ആരിലേക്ക് നയിക്കണം? ഭഗവാനിലേക്ക്. അവരാണ് വിവേകികൾ എന്ന്. അതുകൊണ്ട് വിളിക്കുന്നത് ആത്മവിത്ത്. നമ്മൾ ആത്മവിത്തായിരിക്കണം. ആത്മവിത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ മനസ്സിലാക്കി, ആത്മാവിനെ, ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സെന്നർത്ഥം, മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിവുള്ളവരാണ് ആത്മവിത്ത്. നമ്മളെ കണ്ടല്ലോ കഥാവിത്തുക്കളാണ്, കഥകളാണ് നമുക്ക് പറയാനുള്ളത്. കൃഷ്ണൻ അവിടെ ചാടി, രാമൻ ഇവിടെ ഓടിയെന്നാണ്. ആ കഥകളിൽ നിന്നും നമ്മൾ ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റിയെടുക്കണം. അതുകൊണ്ട് കുട്ടികളെ ഇനിയുള്ള ശ്ലോകം കൊണ്ടല്ലോ വളരെ നോട്ട് ചെയ്യൂ നിങ്ങളെ. കാരണം ഇതൊക്കെ ഇനി ദശമസ്കന്ധം വരുമ്പോൾ വേഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഒരു കരിമരുന്നാണ്. അത്ര ഭാഗവതം ഉണ്ടല്ലോ, ചിട്ടപ്പെടുത്തിയിട്ടാണ് ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് 7-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ശ്ലോകം ഓർത്ത് വെക്കണം. ഇതാവശ്യം വരും. അഷ്ടോ പ്രകൃതയ പ്രോക്താം ത്രയേവ ഹിതൽ ഗുണാം വികാരാ ഷോഡശാചാര്യ പുമാനേക സമന്വയാൽ. അഷ്ടപ്രകൃതയാം, പ്രകൃതി എന്ന് പറയുന്നത് അഷ്ടമാണ്. കേട്ടിട്ടില്ലേ പല അഷ്ടങ്ങളും? നഷ്ടങ്ങൾ കേട്ടിട്ടുണ്ട് സ്വാമി, കഷ്ടങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അഷ്ടങ്ങൾ ഏതാണ്? അഷ്ടചൂർണം കേട്ടിട്ടില്ലേ? അഷ്ടദ്രവ്യം കേട്ടിട്ടില്ലേ? അഷ്ടപതി കേട്ടിട്ടില്ലേ? ഇനി എന്താണ് സ്വാമി അഷ്ടം? അഷ്ട 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 കുറേ അഷ്ടമുണ്ട്, ഒരുപാട് അഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ഈ അഷ്ടങ്ങളിൽ ഇവിടെ പറയാനുള്ള അഷ്ടം ഏതാണ്? അത് നിങ്ങൾ ഗീതയിലെ 7-ാം അധ്യായത്തിലേക്ക് തിരിയണം. അവിടെ ഭഗവാൻ ഒരു അഷ്ടം പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിരാപ്പോനലോ വായു ഖം മനോ ബുദ്ധിരേവചാം അഹങ്കാര ഇദീയം മേ ഭിന്ന പ്രകൃതി അഷ്ടദാ. അഷ്ടദാ പ്രകൃതി ഭിന്ന മേ, എന്നിൽ നിന്നും ഭിന്നമാണ്. ഏതൊക്കെയാണ് ഭഗവാനെ ഭിന്നമായ പ്രകൃതി? ഭൂമിരാപ്പോനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം. ഏതൊക്കെയാണ്? ഈ ശരീരം എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്നത് ഭൂമിയിൽ നിന്ന് വന്നിട്ടാണ്. വായു വേണം, അത് പ്രകൃതിയുടേതാണ്. അഗ്നി വേണം, അത് പ്രകൃതിയുടേതാണ്. ഇതിന് ജലം വേണം, പ്രകൃതിയുടേതാണ്. ഇതിന് സഞ്ചരിക്കാനും ഇതിൻ്റെ ഉള്ളിലും അകത്തും പുറത്തും ആകാശം വേണം. അപ്പം ഈ ശരീരത്തിൽ 5 പ്രകൃതിയുണ്ട്. അതിനെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു. ഇനി ഈ ശരീരത്തെ നിലനിർത്തുന്നത് മനോ ബുദ്ധി അഹങ്കാരം. മനസ്സെന്ന് പറയുന്നത് ഇതിനെ ഉണർത്തുന്നത്, ബുദ്ധി എന്ന് പറയുന്നത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സംസ്കാരം. ഇപ്പം ഞാൻ എന്ന സംസ്കാരം. അപ്പം ഇതൊക്കെയാണ് ഈ ശരീരത്തെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ സാധനങ്ങൾക്കൊക്കെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ ആരാണ് പ്രേരണ കൊടുക്കുന്നത്? ഭിന്ന പ്രകൃതി. മേ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഭഗവാൻ പറയുന്നു ഞാനാണെന്ന് പറഞ്ഞാൽ അർത്ഥം കൃഷ്ണരൂപത്തിലല്ല, പിന്നെ ഏത് രൂപത്തിലാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ രൂപത്തിൽ. അതുകൊണ്ട് അഷ്ടാപ്രകൃതയ, 8 പ്രകൃതികളുണ്ട്. ത്രയ ഏവ തദ്ഗുണ, മനസ്സിന് എത്ര ഗുണങ്ങളുണ്ട്? 3 ഗുണങ്ങൾ. ഏതൊക്കെ ഗുണം? നല്ല ഗുണം, ചീത്ത ഗുണം. ആ ഗുണങ്ങളല്ല ഇവിടെ പറയാനുള്ളത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. വികാരാ ഷോഡശം, വികാരങ്ങൾ ഷോഡശമാണ്. 16 വികാരങ്ങൾ.
ഏതൊക്കെയാണ് ഈ വികാരങ്ങൾ? 16 ശ്രദ്ധിക്കൂ. ശരീരത്തിന് 6 വികാരങ്ങളുണ്ട്. ഉണ്ടാവുക, ജായതേ, വർദ്ധതേ, അങ്ങനെ പോകുന്നു. അതായത് ഉണ്ടാവുക, പിന്നെ വളരുക, വലുതാവുക, പിന്നീട് രോഗങ്ങൾ വരിക, വാർദ്ധക്യം വരിക, അവസാനം മരിക്കുക. 6 വികാരങ്ങൾ. മനസ്സിനുമുണ്ട് 6 വികാരങ്ങൾ. അതേതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ആ വികാരങ്ങൾ മനസ്സിനുണ്ട്. ഇതൊക്കെ മനസ്സിനെ ചലിപ്പിക്കുന്നുണ്ട്. ഇനി പ്രാണന് 2 വികാരമുണ്ട്. വിശപ്പ്, ദാഹം. പ്രാണനുണ്ടാകുന്ന വികാരമാണ് വിശപ്പും ദാഹം. ഇനി ബുദ്ധിക്കുമുണ്ട് 4 വികാരങ്ങൾ. അതേതൊക്കെയാണ്? സുഖം, ദുഃഖം, പിന്നീട് സംശയങ്ങൾ, അവസാനം സംശയമുണ്ട്, മറവി. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ വികാരങ്ങളാണ്. ഇപ്പം ജയപരാജയങ്ങൾ, മാനാപമാനങ്ങൾ വരുമ്പോൾ സുഖദുഃഖങ്ങൾ വരുന്നതും, അതുപോലെ സംശയങ്ങൾ വരുന്നതും മറവി വരുന്നതും നമ്മുടെ ബുദ്ധിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കുന്നു. അപ്പം മൊത്തം എത്രയും? 6 ശരീരത്തിന്, 6 മനസ്സിന്, 2 പ്രാണന്, 4 എണ്ണം ബുദ്ധിക്ക്. എല്ലാം കൂടി എത്രയും? എത്ര എണ്ണം വേണം നമുക്ക്? 16. അപ്പം ഇപ്രകാരം ഈ വികാരങ്ങളൊക്കെ മനസ്സിനെ, ബുദ്ധിയെയും പ്രാണനെയും ശരീരത്തെയും ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരാ ചേർത്ത് വെച്ചിരിക്കുന്നത്? പറയണു, പുമാനേക സമന്വയാൽ. ഏകപ്പുമാൻ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പുമാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ചൈതന്യമാണ്, സമന്വയിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഓരോന്നോരോന്നുണ്ടല്ലോ, കിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്, അവിയലുണ്ടാക്കിയിരിക്കുകയാണ്. പല സാധനങ്ങൾ ചേർത്ത് നിങ്ങൾ അഗ്നിയിൽ ഒന്നിപ്പിക്കുന്നത് പോലെ പല സാധനങ്ങൾ ചേർത്ത് ഘടിപ്പിച്ചിരിക്കുകയാണ്. ആര്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ. അപ്പം നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. പല കോലം, പക്ഷെ ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ പല നിറത്തിൽ, പല കോലത്തിലിരിക്കുന്ന സാധനം. ഉണ്ണികളെ മനസ്സിലാക്കൂ. ദേഹസ്തു സർവസംഗാദോ ദിഗൽസസ്തുരിതിദ്ധിതാം അത്രൈവ മുഖ്യപുരുഷോ ന ഇതി